സ്വാഭാവികമായി ജനിക്കുന്നവന്റെ ശരീരത്തിൽ ആര് വസിക്കുന്നു? സാത്താൻ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്നവനെ മോചിപ്പിച്ച് ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ അവനിൽ വസിക്കുന്നത് സാത്താനല്ല, യേശുക്രിസ്തുവാണ്. അതാണ് കൊളോസോസിന്റെ 1-ാം അധ്യായം, കൊളോസോസിന്റെ 1-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ വചനം പറയുന്നുണ്ട്. കൊളോസോസ് 1:27. ഇതൊരു രഹസ്യമാണെന്നാണ് പൗലോസ് പറയുന്നത്. കൊളോസോസിന്റെ 1:25 അവസാനം ഞാൻ പറയുകയാണ്, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. ഒരിക്കൽ നിങ്ങളിലില്ലായിരുന്നു. ഒരിക്കൽ എന്നിലും നിങ്ങളിലും വസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സാത്താനായിരുന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ സാത്താൻ പോകുന്നു, യേശു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 2 ആത്മീയ രാജ്യങ്ങളുണ്ട്. ഈ 2 ആത്മീയ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും ഞാനും നിങ്ങളും. സാത്താന്റെ രാജ്യത്തിൽ ഞാൻ പിറന്നു വീണു. എൻ്റെ ഉള്ളിൽ നിന്നും ഇവനെ ഞാൻ പുറത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ, പുറത്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിന്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പടയാളിയായിക്കൊണ്ട് യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ ഇപ്പോഴും ദുഷ്ടാത്മാക്കൾ പ്രവർത്തിക്കുക. എൻ്റെ ശരീരത്തിൽ ദുഷ്ടാത്മാക്കൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ദുഷ്ടാത്മാക്കൾ പ്രവർത്തിക്കുന്നു. വേറൊരു തരം ആൾക്കാർ യേശുവിനെ സ്വീകരിച്ചവരിൽ യേശു ക്രിസ്തു ജീവിക്കുന്നു. ഇനി യേശു ഇന്ന് ആത്മാവാണ്, പിശാച് ഇന്ന് ആത്മാവാണ്. യേശുവിന്റെ രാജ്യം ആത്മീയ രാജ്യമാണ്, പിശാചിന്റെ രാജ്യം ആത്മീയ രാജ്യമാണ്. ഈ 2 രാജ്യങ്ങൾ, 2 ആത്മീയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അവരാരിൽ വസിക്കുന്നോ അവരെ ഉപയോഗിച്ചുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പണ്ട് കാലത്ത് കുതിരപ്പുറത്ത് കയറിയ യുദ്ധം നോക്കുന്നുണ്ടോ അല്ലേ? കുതിരകളാണ് യുദ്ധം ചെയ്തത്. യുദ്ധം ചെയ്തത് കുതിരയല്ലല്ലോ, കുതിരപ്പുറത്തിരുന്നവർ തമ്മിൽ യുദ്ധം ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരല്ല യുദ്ധം ചെയ്യുന്നത്, മനുഷ്യന്റെ ഉള്ളിലിരുന്നു കൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക. അത് ഞാനിപ്പം ആരുടെ കുതിരയാണെന്നുള്ളതാ. ഹലോ, ഇപ്പൊ എന്റെ പടത്തിരിക്കുന്ന രാജാവ് ആരാണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. പിശാച് കയറിയിരിക്കുന്ന കുതിരയ്ക്കും പറയാം, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ലതുപോലെ പൊരുതി. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇരിക്കുന്ന കുതിരയ്ക്കും പറയാം, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ലതുപോലെ പൊരുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഗലാത്യക്കാർക്ക് ലേഖനം 4-ാം അധ്യായം, ഗലാത്യ 4:29. ഗലാത്യ 4:29 എന്താ പറയുക? ഗലാത്യ 4:29. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെ. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചതുപോലെ ഇന്നും അതുപോലെ തന്നെ. ശാരീരികമായ രീതിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ജന്മനാലേ ജഡികമായുള്ള ജനനം കിട്ടിയവൻ. ജഡികമായി ജനിക്കുമ്പോൾ ആരാണ് വസിക്കുക? സാത്താൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചവനുമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ജനിച്ചവനെ, സാധാരണയായി ജനിച്ചവൻ ഇന്നും പീഡിപ്പിക്കുന്നു എന്നാണ് വചനം പറഞ്ഞത്. അപ്പൊ ഇന്നും യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ്. അറിയുന്നില്ലായിരിക്കും, കുതിരയെ അറിയുന്നില്ല. ഹലോ, ഞാനാകുന്ന കുതിര ഇതറിയുന്നില്ല. എന്നാൽ ഇവിടെ യേശുവിന്റെ കുതിരയാകുമ്പോഴാണ് എനിക്കറിയാം ഇപ്പൊ ഞാൻ യുദ്ധത്തിലാന്ന്. എനിക്കറിയാൻ ഞാൻ യുദ്ധത്തിലാന്ന്, എനിക്കറിയാൻ ഞാൻ പടയാളിയാന്ന്, എനിക്കറിയാൻ ഞാൻ അംബാസഡറാന്ന്, എനിക്കറിയാൻ ഞാൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എഫെസോസ് 2:1-3 വരെ. എഫെസോസ് 2:1-3 വരെ. എഫെസോസ് 2:1-3 വരെ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. ഇത് രക്ഷിക്കപ്പെട്ട സഭയോട്, എഫെസോസിലുള്ള രക്ഷിക്കപ്പെട്ട സഭയിലോട് യേശുക്രിസ്തുവിനെ നാഥനും കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച്
ദൈവാത്മാവിനാൽ നിറഞ്ഞ് യേശുവിനെ പ്രഘോഷിക്കുന്നവരോട് പൗലോസ് എഴുതിയതാണ്, നിങ്ങളുടെ പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു? അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. അന്ന്, അതായത് രക്ഷപ്പെടുന്നതിന് മുമ്പ്, ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനായ പിശാചിനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. ഇത് നമ്മുടെ അവസ്ഥയാ, പണ്ടത്തെ അവസ്ഥ. ഇനി 12-ാമത്തെ വചനം കൂടെ വായിക്കാം. എഫെസോസ് 2:12. അന്ന്, അതായത് രക്ഷപ്പെടുന്നതിന് മുമ്പ്, അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 3 കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യേശുവിൽ നിന്നും അകറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഭവനവുമായിട്ട് യാതൊരു അംഗത്വവും ഇല്ലാത്തവരായിരുന്നു. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തില് യാതൊരു പ്രത്യാശയും ഇല്ലാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് യേശുവിനെ സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തു നിങ്ങളെ ഉയർപ്പിച്ച് അവനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് എഫെസോസ് 2:6 പറയുന്നു. ഇന്ന് നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ പടയാളികളാണ്. ദൈവം നിങ്ങളെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് യുദ്ധം ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം ആത്മീയമായ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഈ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാമോ? ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. ഞാൻ പട്ടാളക്കാരുടെ വേഷമെല്ലാം ഇട്ട്, കയ്യിലെടുത്ത് വലിയ തോക്ക്, പോക്കറ്റിൽ വേറൊരു തോക്ക്, തലയെ തൊപ്പി എല്ലാം വെച്ച് ഞാൻ യുദ്ധത്തിന് പോവുക. പക്ഷെ എനിക്ക് തോക്ക് എന്നെന്ന് അറിയത്തും കൂടെ ഇല്ല. ഇതെങ്ങനെ വെടിവെക്കണമെന്ന് അറിയത്തില്ല. ഞാൻ തോക്ക് തിരിച്ചു പിടിച്ചിട്ടായിരിക്കും കാഞ്ചി വലിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കുറെ ആയുധം എടുത്ത് ധരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാമോ? ഈ ആയുധം എന്തെന്നറിയാമോ? ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാമോ? ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ആരുടെ നേരെ ഉപയോഗിക്കണം എന്നറിയാൻ മേലാതെ വെറുതെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഞാൻ ഈ സ്വാഭാവികമായി ജഡികനായി ജീവിച്ചവൻ, ഞാൻ എങ്ങനെയാണ് ആത്മാവിൽ ജനിച്ചവനാകുക? യോഹന്നാൻ 1:12 വാക്യം. യോഹന്നാൻ 1:12. യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. 13-ാമത്തെ വചനം പറയുന്നു, ഇങ്ങനെയുള്ളവർ ജനിച്ചത് എങ്ങനെയാണെന്ന്. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികമായ അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല. അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നത്രേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ ശരീരത്തിൽ ജഡികമായി ജനിച്ചു. സാത്താന്റെ അടിമത്തത്തിൽ രോഗിയായിട്ട്, പാപിയായിട്ട്, ദൈവത്തിന്റെ ശത്രുവായിട്ട്, നിത്യമായി മരിച്ചവനായിട്ട് ഞാൻ ജനിച്ചപ്പം, ജീവിക്കുന്നവനായ യേശുക്രിസ്തു ഞാൻ വിശ്വസിച്ചപ്പം, എൻ്റെ ആ ജഡികമായ ജനനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഞാനിതാ ദൈവത്താൽ ജനിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ പിതാവ് ദൈവമാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ യേശു തന്റെ അധികാരം കൈമാറുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ.